PMOS or Polyendocrine Metabolic Ovarian Syndrome. PCODനെ ചേഞ്ച് ആക്കിയിട്ടുള്ളതായിട്ടുള്ള ഒരു ന്യൂ ടേം ആണ് PMOS എന്ന് പറയുന്നത്. ഹൈപ്പർ ഇൻസുലിനീമിയ അല്ലെങ്കിൽ രക്തത്തിൽ ഇൻസുലിൻ്റെ അളവ് കൂടി വരുന്ന ഒരവസ്ഥ, ഇൻസുലിൻ റെസിസ്റ്റൻസിൻ്റെ ഭാഗമായിട്ട് അങ്ങനെ അത് വെയിറ്റ് ഗെയിനിങ് ഉണ്ടാക്കാം, ദെൻ സ്കിന്നിൽ കളർ ചേഞ്ചസ് കാണിക്കാം, ഗ്യാസ്ട്രിക് ഇഷ്യൂസ് കാണിക്കാം, അതേപോലെ തന്നെ വയറ് വലുതായി വരിക, ബെല്ലി, പോട്ട് ബെല്ലി, അബ്ഡമൻ കാര്യങ്ങളൊക്കെ കാണിക്കാവുന്നതാണ്. വൺസ് ഒരു സൈഡ് എഫക്ട് ചെയ്ത് അതിനോട് കണക്ട് ചെയ്തിട്ടുള്ള എല്ലാ ഹോർമോൺ കണക്ഷൻസും എഫക്റ്റഡ് ആയിരിക്കാം. മെൻസ്ട്രൽ സൈക്കിൾ ഇംബാലൻസ് കാരണം ഇൻഫെർട്ടിലിറ്റിയിലേക്ക്, അതായത് വന്ധ്യത, കുട്ടികളില്ലാത്ത അവസ്ഥകളൊക്കെ ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ലക്ഷണങ്ങളായിട്ട് പറയാവുന്നതാണ്. സ്ട്രെസ് കുറയ്ക്കുക, മെഡിറ്റേഷൻസ്, യോഗ പോലത്തെ അങ്ങനത്തെ പ്രാക്ടീസസ് ഡെയിലി ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഈ ഒരു ഹോർമോണൽ ഇംബാലൻസ് അത് ഒരു പരിധിവരെ കൺട്രോൾ ചെയ്യാം. ബട്ട് നമ്മളതിൻ്റെ സിംറ്റംസും സിവിയാരിറ്റിയും നോക്കിയിട്ട് അതിനനുസരിച്ചുള്ള ട്രീറ്റ്മെൻറ്റ് കാര്യങ്ങളൊക്കെ ഫോളോ അപ്പ് ചെയ്യേണ്ടതാണ്. ഇന്ന് നമ്മൾ സോഷ്യൽ മീഡിയാസിലൊക്കെ കണ്ടിട്ടുള്ള ഒരു ന്യൂസാണ് ഈ PCOD അല്ലെങ്കിൽ PCOS. ഇതിൻ്റെ നെയിം ഒന്ന് ചേഞ്ച് ചെയ്തിട്ട് PMOS ആക്കിയിട്ടുള്ള ആ ഒരു അപ്ഡേറ്റ്സ് നമ്മൾ കണ്ടിട്ടുണ്ടാവും. അപ്പം നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ ഈ PMOS അല്ലെങ്കിൽ നമ്മൾ PCOD നിന്നും ചേഞ്ച് ആക്കിയിട്ടുള്ള ഈ ഒരു PMOS എന്താണ്, അതിൻ്റെ ആ ഒരു എക്സ്പ്ലനേഷൻസ് അല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു ഡിസ്ക്രിപ്ഷൻസ് കാര്യങ്ങൾ എന്തൊക്കെയാണ്, അതിൻ്റെ സിംറ്റംസ് എന്തൊക്കെയാണ്, അതിൻ്റെ മാനേജ്മെൻറ്റ് സൈഡ് എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. ഹായ്, ഞാൻ ഡോക്ടർ ജൂഹി ദാസ്, QNB ഹെൽത്ത് കെയറിലെ ഹോമിയോപ്പതിക് ഫിസിഷ്യനാണ്. PMOS ഓർ പോളിഎൻഡോക്രൈൻ മെറ്റബോളിക് ഒവേറിയൻ സിൻഡ്രോം, PCODനെ ചേഞ്ച് ആക്കിയിട്ടുള്ളതായിട്ടുള്ള ഒരു ന്യൂ ടേം ആണ് PMOS എന്ന് പറയുന്നത്. ഇവിടെ സംഭവിക്കുന്ന പ്രക്രിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോളിഎൻഡോക്രൈൻ എന്ന് പറയുമ്പോൾ പോളി മീൻസ് മെനി, എൻഡോക്രൈൻ മീൻസ് സംതിങ് റിലേറ്റഡ് ടു ഹോർമോൺസ് ആണ്. അപ്പം മൾട്ടിപ്പിൾ ഓഫ് ഹോർമോൺസ് ഇവിടെ ഇൻവോൾവ് ആണ്. നേരത്തത് പോളിസിസ്റ്റിക് ആയിരുന്നു, അവിടെ സിസ്റ്റ് ഫോർമേഷൻസ് ഉണ്ടായിട്ട് അത് ഹോർമോൺ വേരിയേഷൻസ് കാരണം മെൻസ്ട്രൽ സൈക്കിളിനെ എഫക്റ്റ് ചെയ്തു എന്നാണ് നമ്മൾ ആ ഒരു സ്റ്റഡീസിൽ പറയേണ്ടത്. പക്ഷേ ഇന്നത്തെ ന്യൂ സ്റ്റഡീസിൽ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് പോളിഎൻഡോക്രൈൻ മെറ്റബോളിക് ഒവേറിയൻ സിൻഡ്രോം. പോളിഎൻഡോക്രൈൻ മീൻസ് അവിടെ ഇൻസുലിൻ ഇൻവോൾവ് ആണ്, കോർട്ടിസോൾ, ടെസ്റ്റോസ്റ്റെറോൺ, ആൻഡ്രോജൻ, പ്രൊജസ്ട്രോൺ, ഇങ്ങനത്തെ പല രീതിയിലുള്ള ഹോർമോൺസ് ഇവിടെ ഇൻവോൾവ് ആയതുകൊണ്ടാണ് അതിന് പോളിഎൻഡോക്രൈൻ എന്ന് ഒരു ടേം കൊടുത്തിട്ടുള്ളത്. ഇനി മെറ്റബോളിക് എന്ന് ഉദ്ദേശിക്കുന്നത്, മെറ്റബോളിക് മീൻസ് സംതിങ് എനർജി കൺവേർഷൻസ്. ഇപ്പം നമ്മൾ കഴിച്ച ഭക്ഷണത്തിനെ ഊർജ്ജമാക്കാനും അതിനെ കൊഴുപ്പാക്കാനും ഈ ഒരു പ്രക്രിയനെയാണ് നമ്മൾ മെറ്റബോളിക് അല്ലെങ്കിൽ നമ്മൾ ബേസൽ മെറ്റബോളിക് റേറ്റ് എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഇവിടെ മെറ്റബോളിക് ആ ഒരു പ്രക്രിയയിൽ എന്തോ ഒരു ചേഞ്ചസ് സംഭവിച്ചു. ഇനി PMOSലെ ഒവേറിയൻ മീൻസ് സംതിങ് റിലേറ്റഡ് ടു ഓവറി, അതിപ്പം മെൻസ്ട്രൽ സൈക്കിളിൽ വേരിയേഷൻസ് കാണിക്കാം, ഓവുലേഷൻസ് വേരിയേഷൻസ് ഉണ്ടാവും, ഇൻഫെർട്ടിലിറ്റി ഭാഗമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ കാണിക്കാവുന്നതാണ്. ഇനി സിൻഡ്രോം, ഇവിടെ സൈൻസ് ആൻഡ് സിംറ്റംസ് കമ്പൈൻ ചെയ്തിട്ടാണ് സിൻഡ്രോംസ് ഉണ്ടാവുന്നത്. അതായത് വേരിയസ് സിംറ്റംസ് ഈ ഒരു PMOSൽ കാണിക്കാവുന്നതാണ്. ഇതാണ് മെയിൻലി നമ്മൾ അതിനെ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് പറയുമ്പോൾ ഓരോ ടേംസിന് പറയുന്നതിൻ്റെ ഒരു എക്സ്പ്ലനേഷൻസ് എന്ന് പറയുന്നത്. ഇനി ഇതിലുണ്ടാവുന്ന അതായത് എലമെൻറ്റ്സ് അല്ലെങ്കിൽ ഇതിൽ മെയിൻലി ഇൻവോൾവ് ചെയ്തിട്ടുള്ള എലമെൻറ്റ്സ് എന്ന് പറയുന്നത് ഹോർമോണൽ വേരിയേഷൻസ് ആണ്. ഇവിടെ മെയിൻലി ടെസ്റ്റോസ്റ്റെറോൺ, പ്രൊജസ്ട്രോൺ, അതേപോലെ തന്നെ SHBG അതായത് സെക്സ് ഹോർമോൺ ബൈൻഡിങ് ഗ്ലോബുലിൻ പോലത്തെ ഇത്തരം പ്രോട്ടീൻസ് ഇവിടെ ഇൻവോൾവ് ആണ്. അപ്പോൾ ഈ പ്രോട്ടീൻ്റെ ഒക്കെ വേരിയേഷൻസ് കാരണം ഹോർമോൺ വേരിയേഷൻസ് വരും, അങ്ങനെ അത് ആ ഒരു സൈക്കിളിന് എഫക്റ്റഡ് ആയിരിക്കും. അതേപോലെ കോർട്ടിസോൺ ഇംബാലൻസ് ഉണ്ടാവും, ആൻഡ്രോജൻ ഇംബാലൻസ് കാണിക്കും, ഹൈപ്പർ ആൻഡ്രോജനിസം കാണിക്കും. അതിൻ്റെ ഭാഗമായിട്ട് സെക്ഷുവൽ ക്യാരക്ടേഴ്സ് പ്രോമിനൻ്റ് ആയിരിക്കും, അതായത് ഒരു മെയിൽ ക്യാരക്ടേഴ്സ് പ്രോമിനൻ്റ് ആയിട്ട് കാണിക്കാവുന്നതാണ്. ഹൈപ്പർ ഇൻസുലിനീമിയ അല്ലെങ്കിൽ രക്തത്തിൽ ഇൻസുലിൻ്റെ അളവ് കൂടി വരുന്ന ഒരവസ്ഥ, ഇൻസുലിൻ റെസിസ്റ്റൻസിൻ്റെ ഭാഗമായിട്ട് അങ്ങനെ അത് വെയിറ്റ് ഗെയിനിങ് ഉണ്ടാക്കാം, ദെൻ സ്കിന്നിൽ കളർ ചേഞ്ചസ് കാണിക്കാം, ഗ്യാസ്ട്രിക് ഇഷ്യൂസ് കാണിക്കാം, അതേപോലെ തന്നെ വയറ് വലുതായി വരിക, ബെല്ലി, പോട്ട് ബെല്ലി, അബ്ഡമൻ കാര്യങ്ങളൊക്കെ കാണിക്കാവുന്നതാണ്. അപ്പോൾ ഓൾ ഹോർമോൺസ് ഇവിടെ അഫക്റ്റഡ് ആയതുകൊണ്ട് തന്നെ എല്ലാ ഏരിയാസിലും നമുക്ക് അതിൻ്റെ ചേഞ്ചസ് കാണിക്കാവുന്നതാണ്. ഒരു സെക്കൻഡ് ഫാക്ടർ എന്ന് പറയുന്നത് മെറ്റബോളിക് ചേഞ്ചസ് ആണ്. മെറ്റബോളിക് ചേഞ്ചസ് കാരണമായിട്ട് നമുക്ക് ഇപ്പോൾ ലൈക്ക് ഹൈപ്പർ ടെൻഷൻ, ഡയബറ്റിസ്, ഫാറ്റി ലിവർ, ദെൻ തൈറോയ്ഡ് റിലേറ്റ് ചെയ്തിട്ടുള്ള കംപ്ലയിൻറ്റ്സ്, അതായത് വൺസ് ഒരു സൈഡ് എഫക്ട് ചെയ്ത് അതിനോട് കണക്ട് ചെയ്തിട്ടുള്ള എല്ലാ ഹോർമോൺ കണക്ഷൻസും എഫക്റ്റഡ് ആയിരിക്കാം. ഇവിടെ ഇപ്പോൾ ഇൻസുലിൻ റേസ്ഡ് ആയിരിക്കും, ഇൻസുലിൻ കൂടിക്കഴിഞ്ഞാൽ അത് വെയിറ്റ് ഗെയിനിങ് ഉണ്ടാക്കും, ദെൻ അത് ഓവറിയൻ സൈക്കിളിന് ഡിസ്റ്റർബൻസ് ഉണ്ടാക്കും,
അത് ഫാറ്റി ലിവറിലേക്ക് ലീഡ് ചെയ്യും, എസ്പെഷ്യലി NSALD എന്ന് പറയും. അതേപോലെ തന്നെ കൊളസ്ട്രോൾ ഇംബാലൻസ് കാണിക്കും, എസ്പെഷ്യലി LDL കൊളസ്ട്രോൾ കൂടി വരും, ട്രൈഗ്ലിസറൈഡ് കൂടി വരാനുള്ള സാധ്യതകളൊക്കെ കൂടുതലാണ്. അതാണ് മെറ്റബോളിക് ചേഞ്ചസ് അല്ലെങ്കിൽ മെറ്റബോളിസത്തിൻ്റെ ഇംബാലൻസ് കാരണം ഉണ്ടാവുന്ന ഒരു എൻഡ് റിസൾട്ട് എന്ന് പറയുന്നത്. ദെൻ അതിനോടൊപ്പം തന്നെ അവർക്ക് കാർഡിയോവാസ്കുലർ റിലേറ്റ് ചെയ്തിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാം. ചിലപ്പം കാർഡിയക് അറസ്റ്റ് പോലത്തെ കംപ്ലയിൻസും ഹൈപ്പർ ടെൻഷൻ, BP വേരിയേഷൻസ് കാണിക്കാവുന്നതാണ്. അതിനോടൊപ്പം തന്നെ സ്കിൻ ആൻഡ് ഹെയർ ചേഞ്ചസ് ഉണ്ടാവും. ലൈക്ക് സ്കിന്നിൽ ഇപ്പം പിഗ്മെൻറ്റേഷൻസ് കാണിക്കാം, ഡാർക്ക് പിഗ്മെൻറ്റേഷൻസ് വരാം, അക്കാന്തോസിസ് നൈഗ്രിക്കൻസ് വരാവുന്നതാണ്. ഹെയർ ആണെങ്കിൽ ഹെയർ ഫോൾ, ഡാൻഡ്രഫ്, ദെൻ അലോപീഷ്യ ഏരിയേറ്റ പോലത്തെ കണ്ടീഷൻസും കാണിക്കാവുന്നതാണ്. വെയിറ്റ് ഗെയിനിങ് ഇതിൻ്റെ ഒരു പ്രോമിനൻറ്റ് സിംറ്റംസ് ആണ്. ദെൻ ഒവേറിയൻ ഫാക്ടറായിട്ട് പറയുന്നതാണ് മെൻസ്ട്രൽ ഇറഗുലാരിറ്റി ഉണ്ടാവും, ഓവുലേഷൻ ഡിസ്റപ്റ്റഡ് ആയിരിക്കും. അതിൻ്റെ ഭാഗമായിട്ട് മെൻസ്ട്രൽ സൈക്കിൾ ഇംബാലൻസ് കാരണം ഇൻഫെർട്ടിലിറ്റിയിലേക്ക്, അതായത് വന്ധ്യത, കുട്ടികളില്ലാത്ത അവസ്ഥകളൊക്കെ ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ലക്ഷണങ്ങളായിട്ട് പറയാവുന്നതാണ്. ദെൻ അതിനോടൊപ്പം തന്നെ മൂഡ് സ്വിങ്സ്, അതായത് നമ്മളെ മെൻ്റൽ ആൻഡ് ഫിസിക്കൽ ചേഞ്ചസിനെ ഇത് ബാധിക്കും. മൂഡ് സ്വിങ്സ് എന്ന് പറയുമ്പോൾ എസ്പെഷ്യലി ഇറിറ്റബിലിറ്റി ഉണ്ടാവും, ലാക്ക് ഓഫ് കോൺഫിഡൻസ് ഉണ്ടാവാം, ആങ്സൈറ്റി, ഡിപ്രഷൻസ്, കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു എനർജി ലോസ് ആവുന്ന ഒരു അവസ്ഥ, അല്ലെങ്കിൽ നമുക്കൊരു കാര്യം ചെയ്ത് തുടങ്ങാൻ പറ്റുന്നില്ല, എപ്പോഴും ഒരു ഇറിറ്റേറ്റഡ് മൂഡ്, പെട്ടെന്ന് ടെമ്പർ ആവുക അല്ലെങ്കിൽ നെർവസ് ആവുക, ഒരു ആങ്സൈറ്റി എപ്പോഴും ഒരു ട്രിഗറിങ് ഫാക്ടറായിട്ട് എഫക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അങ്ങനെ ഒരു മൂഡ് റിലേറ്റ് ചെയ്തിട്ടുള്ള കംപ്ലയിൻസ് ഒക്കെ ഇതിൻ്റെ പ്രോമിനൻറ്റ് സിംറ്റംസ് ആയിട്ട് പറയാവുന്നതാണ്. അപ്പം നമ്മൾ PCOD എന്നുള്ള ആ ഒരു ടേമിന് നിന്ന് ജസ്റ്റ് ഒരു മോഡിഫൈ ചെയ്ത് PMOS ആക്കി. അപ്പം ഇത് മെയിൻലി ഈ ഒരു ബുദ്ധിമുട്ട് നമുക്ക് നോട്ടീസ് ചെയ്യുക എന്ന് പറയുമ്പോൾ മെയിൻലി അത് മെൻസ്ട്രൽ ഇറഗുലാരിറ്റി ആണ് ഇതിൻ്റെ ഒരു പ്രോമിനൻറ്റ് സിംറ്റംസ്. അതിനോടൊപ്പം തന്നെ വെയിറ്റ് ഗെയിനിങ്ങും ഇതിൻ്റെ ഒരു സിംറ്റംസ് ആയിട്ട് പറയാവുന്നതാണ്. ലക്ഷണങ്ങളൊക്കെ നോട്ടീസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ അതിനനുസരിച്ചുള്ള ടെസ്റ്റുകൾ ചെയ്യുക. പ്രൊലാക്റ്റിൻ, തൈറോയ്ഡ് ഫംഗ്ഷൻ ടെസ്റ്റ്, LH, FSH വേരിയേഷൻസ് നോക്കുക, ടെസ്റ്റോസ്റ്റെറോൺ, പ്രൊജസ്ട്രോൺ വേരിയേഷൻസ്, ഇങ്ങനത്തെ ഹോർമോൺ ടെസ്റ്റുകൾ ബേസിക് ആയിട്ടും ചെയ്യാൻ ശ്രമിക്കുക. അതിനോടൊപ്പം തന്നെ സ്കാനിങ് ചെയ്യാം. അബ്ഡോമിനൽ സ്കാനിങ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും ഹെയർ എക്സ്ട്രാ ഗ്രോത്തുകൾ കാര്യങ്ങളൊക്കെ ഉണ്ടോ എന്ന് അറിയാൻ പറ്റുന്നതാണ്. അതിനോടൊപ്പം തന്നെ മാനേജ്മെൻറ്റ് സൈഡ്, നമ്മൾ PCODക്ക് എങ്ങനെയാണോ ഡയറ്റ് പ്ലാൻ കൊടുത്തിട്ടുള്ളത് അതേ ഫോം ഓഫ് കംപ്ലയിൻസ് അല്ലെങ്കിൽ അതേ ഫോം ഓഫ് പാറ്റേൺസ് തന്നെയാണ് ഇവിടെയും നമ്മൾ ഫോളോ ചെയ്യേണ്ടത്. പ്രോട്ടീൻസ് അമിതമായിട്ട് എടുക്കുക, ഹെൽത്തി ഫാറ്റ്സ് കഴിക്കുക, കാർബോഹൈഡ്രേറ്റ്സ് കുറയ്ക്കുക, കോംപ്ലക്സ് കാർബോഹൈഡ്രേറ്റ്സുകൾ എടുക്കുക, അതേപോലെ ധാരാളം ഫൈബർ കൂട്ടിയെടുക്കുക, മൾട്ടി വിറ്റാമിൻസ് ലൈക്ക് വൈറ്റമിൻ B, വൈറ്റമിൻ D, വൈറ്റമിൻ C, ഇതൊക്കെ ധാരാളം ഭക്ഷണത്തിൽ കൊണ്ടുവരാൻ ശ്രമിക്കുക. സ്ട്രെസ്സ് കുറയ്ക്കുക, മെഡിറ്റേഷൻസ്, യോഗ പോലത്തെ അങ്ങനത്തെ പ്രാക്ടീസസ് ഡെയിലി ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഈ ഒരു ഹോർമോണൽ ഇംബാലൻസ് അത് ഒരു പരിധിവരെ കൺട്രോൾ ചെയ്യാം. ബട്ട് നമ്മളതിൻ്റെ സിംറ്റംസും സിവിയാരിറ്റിയും നോക്കിയിട്ട് അതിനനുസരിച്ചുള്ള ട്രീറ്റ്മെൻറ്റ് കാര്യങ്ങളൊക്കെ ഫോളോ അപ്പ് ചെയ്യേണ്ടതാണ്. സോ ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. നല്ലൊരു ഹെൽത്ത് ടോപ്പിക്കുമായി വീണ്ടും കാണാം. താങ്ക് യു.